നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ കാണാറുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി, ഭർത്താവും ഭാര്യയും മക്കളും കൂടി, ആങ്ങളെയും പെങ്ങളും കൂടി അവർ റീലുകളിൽ സന്തോഷത്തോടെ അഭിനയിക്കുന്ന പുതിയ റീലുകൾ, 2 മിനിറ്റോ 3 മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു റീലുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഭാര്യ ഭർത്താവിന് പൂച്ചൊണ്ട് കൊടുക്കുന്നു, പൂച്ചന്റെ ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കുന്നു, അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണരുന്നു, അവരെ ലോകത്തിലെ മാതൃകാ ദമ്പതികളായി അടയാളപ്പെടുത്തുന്നു. മിക്കവാറും നമ്മുടെ ഭാര്യമാരൊക്കെ ആ 2 മിനിറ്റ് റീല് കാണുമ്പോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും അതിന്റെ ലിങ്ക്. അതിന്റെ താഴെ അവരെഴുതും, ഇത് കണ്ടുപഠിക്ക്. ഇതാണ് ഭാര്യയും ഭർത്താവും. മിക്കവാറും ഭാര്യമാർ അവരതാണ്, റീലുകളാണ് റിയൽ ലൈഫ് എന്ന് കരുതി പോകുന്നവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അതൊക്കെ വെറും നാട്യം മാത്രമാണ്. കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് നമ്മുടെ അടുക്കൽ നിന്ന് വെളിപ്പാടകലെ തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റത്ത് പാറശാലയിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവും, സോഷ്യൽ മീഡിയയിലെ മാതൃകാ ദമ്പതികൾ, സ്നേഹത്തിന്റെ സ്വരൂപം ചാർത്തിയവർ, അവർ അവസാനം ഒരു റീല് ചെയ്ത് വിരഹത്തിന്റെ ഒരു ഗാനം പാടി. ആ റീൽ അവസാനിച്ചതിന് ശേഷം തന്റെ കൂടെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ച ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു മുറിച്ചു കൊന്ന് ആ ഭർത്താവ് പിന്നീട് ആത്മഹത്യ ചെയ്തു. അവർ പോസ്റ്റ് ചെയ്ത റീലുകളുടെ താഴെ മാതൃകാ ദമ്പതികൾ എന്ന് ഫോളോവേഴ്സ് കമന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെ മൃതദേഹം വീടിന്റെ ഉള്ളിൽ അഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എന്നെ കേൾക്കാനെത്തുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ആധുനിക ജീവിതത്തിന് അത്യാർത്തിയും നാനാർത്തിയും നമുക്ക് സമ്മാനിച്ച സമാധാനമില്ലായ്മയുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ എല്ലാത്തിനെയും അവസാനം മരിക്കലാണ് എന്ന് കരുതി അവൻ ആത്മഹത്യയിലോട്ട് കടന്നു പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഡോക്ടർ ശിഹാബ് ഉമർ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ ഗവൺമെന്റ് കൗൺസിലിംഗ് നടത്തുന്നു, ക്ലാസുകൾ നടത്തുന്നു, മനുഷ്യനെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോയവരാണോ? ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടവരാണോ? ജീവിതം അവസാനിക്കണമെന്ന് ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചവരാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഹൃദയത്തിന് സമാധാനം നൽകാൻ, ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവാൻ, നിരാശയുടെ പടുകുടിയിൽ നിന്ന് തിരിച്ചു വരാൻ, ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു വലിയ ഒരു അമൃതിനെ തന്നിട്ടുണ്ട്. ആ തന്ന അമൃത് ഏതെന്നറിയുമോ? ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള സാധനമാണത്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ്? ഭൂമിയല്ല, ആകാശമല്ല, ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നുമല്ല. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിയതൽ ലൈലി ഹിയ അശദ്ദു വതആ വഅഖവമു ഖീല. അല്ലാഹു പറയുകയാണ്, ഇന്നാ പ്രവാചകരെ, സനുൽഖി അലൈക ഖൗലൻ സഖീല, ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വാക്കുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരികയാണ്. ഏറ്റവും ഭാരമുള്ള ആ ആയത്തുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരുമ്പോ ആ ആയത്തുകൾ പാരായണം ചെയ്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ ഇന്ന നാശിയത്തൽ ലൈലി യശദ്ദു വതഅഖവമു ഖീല, പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ആയത്തുകളെ നിങ്ങൾ പാരായണം ചെയ്ത് പാതിരാ സമയത്ത് ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ, അതാണ് ഇന്ന നാശിയത്തൽ ലൈലി, പാതിരാവിലെ നിങ്ങളുടെ ആരാധനകൾ യശദ്ദു വതആ, അത് നിങ്ങൾക്കും മനക്കരുത്തിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. വഅഖവമു ഖീല, നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ പാതിരാവിലെ ഖുർആനിന്റെ പാരായണം മതിയാകുന്നതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആത്മഹത്യയിൽ നിന്നുള്ള ഒരേ തിരിച്ചു വരാനുള്ള ഒരു പോംവഴി ഇത് ഖുർആനാണ്. ഇന്ന നാശിഅത്തൽ ലൈലി, ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? സമയം കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു വലിയ വഴല് പറയാൻ വേണ്ടി ഒന്നും വന്നതല്ല. പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരോട്, നിരാശയിലോട്ട് പോയവരോട്, ജീവിക്കണ്ട എന്ന് തോന്നിയവരോട്, മരിക്കണമെന്ന് തോന്നുന്നവരോട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾക്ക് ജീവിക്കണോ?
നിങ്ങൾക്ക് ജീവിക്കണോ? ഖുർആൻ മരണശേഷം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, പാരായണം ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും, അതിൽ തർക്കവുമില്ല. എന്നാൽ ഖുർആൻ മരണശേഷം മാത്രം പാരായണം ചെയ്യാനുള്ളതൊന്നല്ല, അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കും, തർക്കമില്ല. പിന്നെ ഈ ഖുർആൻ സംസാരിക്കുന്നത് ആരോടാണ്? ഖുർആൻ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടാണ്, ജീവിതത്തിനോടാണ് സംസാരിക്കുക. ലിയുൻദിറ മൻ കാന ഹയ്യാ, ലയുൻദിറ മൻ കാന ഹയ്യാ. ഈ ഖുർആനെ ഞാൻ അവതരിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ പ്രയാസങ്ങളുമുള്ള ഒരു കാലത്ത്, എല്ലാ സങ്കടങ്ങളുടെ കാലത്ത് ജീവിതം അവസാനിക്കാൻ 1000 കാരണം നമ്മളെ തേടിയെത്തുമ്പോ അവസാനിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തെ പിടിച്ചു നിർത്താൻ, നിങ്ങളുടെ ഹൃദയത്തിന് മനക്കരുത്ത് നൽകാൻ, ഭാര്യയുമായി വഴക്കിടുമ്പോ, മക്കളുമായി പിണങ്ങുമ്പോ, പ്രിയപ്പെട്ട മോള് വീട് വിട്ടിറങ്ങുമ്പോ, കച്ചവടത്തിന് പരാജയം വരുമ്പോ, കടബാധ്യതകൾ വല്ലാതെ തലയുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന നേരത്ത് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ ആ സമാധാനത്തിന്റെ വഴിയായിട്ട് അല്ലാഹു പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. ആ പാരായണമാണ് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള വഴി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഞാൻ വേറൊരു അസ്ട്രോണമിയോ ജോഗ്രഫിയോ ഒന്നും പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പാരായണം ചെയ്യലാണ്. ഒന്ന് രാത്രിയിൽ, പിന്നെ ഖുർആൻ പാരായണം ചെയ്യേണ്ട 2 സമയമുണ്ട്. ഒന്ന് രാത്രി, ഇന്ന നാശിഅത്തൽ ലൈലി, രാത്രിയിൽ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ വല്ലാതെ നിങ്ങൾ ഖുർആൻ ഓതി നിസ്കരിച്ചോളൂ. അപ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ്, ആ സമയത്ത് ലോകത്ത് വേറൊരാൾക്ക് തരാൻ പറ്റില്ല, ഒരു ക്ലാസ്സിനും തരാൻ പറ്റില്ല. രാത്രിയിൽ എല്ലാവരും ഉറങ്ങി, എല്ലാവരും നിശബ്ദമാണ്. നിരാശയുണ്ടോ ജീവിതത്തിൽ? കാസർഗോഡ് തന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു കൊടുക്കാൻ 4 ദിവസം വൈകിയപ്പോ ആ പാവപ്പെട്ട 60 വയസ്സുകാരൻ കണ്ട വഴി ആത്മഹത്യ ചെയ്യലാണ്. അദ്ദേഹമാണെങ്കിലോ കാസർഗോഡ് ടൗണിലെ പള്ളിയിൽ 5 നേരത്തെ ജമാഅത്തായിട്ട് നിസ്കരിച്ച ആളാ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് കരുതണ്ട. എപ്പോഴാ ഇത് കൈവിട്ടു പോണെന്ന് പറയാൻ പറ്റില്ല. അത്രമേൽ ദുർബലമാണ് നമ്മുടെ മനസ്സ്. ഫോൺ പിടിച്ചു വാങ്ങിച്ചപ്പോൾ 17 വയസ്സുകാരൻ കണ്ട മാർഗം ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യലാണ്. എല്ലാത്തിൻ്റെയും വഴി, എല്ലാത്തിൻ്റെയും പരിഹാരം അത് ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലാണ് എന്ന് ഞാൻ നിങ്ങളും കരുതുന്നുവെങ്കിൽ വേണ്ട. 2 കാര്യങ്ങൾ. വിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുക. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ നമ്മളെ അല്ലാഹു കൂട്ടാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ്. അല്ലാഹുവേ, കുടുംബ ജീവിതത്തിൽ താളം തെറ്റുമ്പോ, ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോ, കുടുംബ ജീവിതം ഇല്ലാതാകുമ്പോ, ആ സമയത്തൊക്കെ ഹൃദയത്തിലേക്ക് നിരാശ വരുന്നുവെങ്കിൽ പാതിരാ സമയത്ത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ ഖുർആൻ ഓതാൻ കഴിയുമോ പെങ്ങളെ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങളുടെ മനോഹരമായൊരു രാത്രിയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല വിവരിക്കുന്നിടത്ത് ആയിഷ റളിയല്ലാഹു തആല പറയാ, ഒരു പാതിരാ സമയത്ത് ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ കുടിലിൽ ഞങ്ങൾ 2 പേരും ചേർന്ന് കിടന്നുറങ്ങുന്ന നേരം എന്റെയും ഹബീബിന്റെ ശരീരം തമ്മിൽ ചേർന്നിരിക്കുന്ന നേരത്ത്, പാതിരാ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഉറക്കത്തിൽ കിടക്കുന്ന നേരം അല്ലാഹുവിന്റെ റസൂല് പാതിരാ സമയത്ത് ഞെട്ടി ഉണർന്നു അത്രേ. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, പ്രിയപ്പെട്ട ആയിഷ, എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഏറെ പറയാനുള്ള സമയമില്ലെങ്കിലും പ്രവാചക ജീവിതത്തിന്റെ പ്രഫുല്ലമായ പ്രതലങ്ങളിൽ അല്ലാഹു നമുക്ക് നൽകിയ തിരുദൂതരുടെ ജീവിതത്തിന്റെ ഒരു വലിയ ആശയമാണിത്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്ന, ആയിഷ, പാതിരാ സമയത്ത് എനിക്ക് എന്റെ അല്ലാഹുവിന്റെ അടുക്കൽ പോയിട്ടും ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ എനിക്ക് അനുവാദം തരുമോ ആയിഷ?
പാതിരാ സമയത്ത് പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോകുമ്പോ സഹധർമ്മിണിയോട് അനുവാദം ചോദിക്കുന്ന തിരുദൂതരെ നിങ്ങൾക്കറിയുമോ? കാരണം രാത്രി നമ്മുടെ ഇണകൾക്ക് അവകാശപ്പെട്ടതാണ്. തലസ്ഥാന നഗരിയിൽ പാതിരാത്രി പകലാക്കി മാറ്റി ചുറ്റിക്കറങ്ങുന്നവരെ യഥാർത്ഥത്തിൽ ഓർത്തുകൊള്ളൂ, പാതിരാ സമയം രാത്രി എന്തിനാണ്? അള്ളാഹുവിന്റെ ഖുർആൻ രാത്രിയെ നമുക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നിരിക്കുകയാണ്. മൂടി പുതച്ച് ഉറങ്ങേണ്ട സമയമാണ് രാത്രി. അള്ളാഹു നൽകിയ ഘടനകൾക്ക് വിപരീതമായി പോയാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് പുതിയ കണക്കുകളാണ്. പകൽ രാത്രി ഉറങ്ങാനുള്ളതാണ്. പകലുകൾ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. ഇത് പടച്ചവന്റെ തർത്തീബാണ്. ഇത് ലോകരക്ഷിതാവ് നിയമിച്ച ക്രമമാണ്. അതിനെ വല്ലാതെ മറികടന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രാത്രി സമയത്ത് സഹധർമ്മിണിക്ക് അവകാശപ്പെട്ടപ്പോ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ, ഞാൻ എൻ്റെ റബ്ബിനൊന്ന് ഇബാദത്ത് ചെയ്യാൻ പോയിക്കൊള്ളട്ടെയോ? ഹബീബായ നബി തങ്ങളെ രാത്രി എഴുന്നേറ്റ് തന്നോട് ഈ ആവശ്യം ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല ബുദ്ധിമതിയാണ്. ഈ നിരീശ്വരവാദികൾ രവിചന്ദ്രൻ പറയുന്നത് പോലെ പക്വതയില്ലാത്ത കളിപ്രായമല്ല, അത് കന്യകയുടെ ചാബല്യമല്ല, അത് തളിരിമീണ ആഗ്രഹങ്ങളല്ല. ആ സമയത്ത് തന്റെ ഭർത്താവിനെ തന്നോട് അനുവാദം ചോദിച്ചിട്ടൊരു ആഗ്രഹം നടക്കണമെന്ന് തോന്നിയപ്പോ ബുദ്ധിമതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങും അങ്ങയുടെ രക്ഷിതാവും തമ്മിലുള്ള ബന്ധത്തിന് ഞാൻ എന്തിന് തടസ്സം നിൽക്കണം? സഹോദരാ സഹോദരി, ഞാൻ ഈ പറയുന്നത് എവിടെയെന്നറിയോ? നമുക്കിന്ന് വലിയ മുഗൾരാജ വംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന വീടുകളുണ്ട്. ഒരു കൊതുകിന് പോലും കയറി വരാത്ത വിധത്തിലുള്ള ശീതീകരിച്ച റൂമുകളുണ്ട്. ഭാര്യയും ഭർത്താവും ഏറ്റവും വലിയ കട്ടിലിൽ കിടക്കുമ്പോഴും ശരീരം തമ്മിലേ അടുപ്പമുള്ളൂ. മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററോളം അകലം കിടക്കുന്ന ഒരു വീട്ടില് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ ഭക്ഷണങ്ങളുണ്ട്, ധരിക്കാൻ വസ്ത്രങ്ങൾ അലമാരയിൽ അട്ടിയിട്ടിട്ടുണ്ട്, സഞ്ചരിക്കാൻ നമുക്ക് കാറുകളുണ്ട്. എന്നാ പോലും സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയാത്ത നമ്മുടെ മാളികകൾ എന്തിന്? 3 മാസത്തിലൊരിക്കൽ ഈത്തപ്പഴം കടിച്ചു വിശപ്പൊടുക്കിയ 8 മുഴം നീളവും 10 മുഴം വീതിയുമുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലകൾ വെച്ച് മെടഞ്ഞുണ്ടാക്കിയ ആകാശത്തും മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും മേക്കൂരയിലൂടെ താഴെ വീടുന്ന കൊച്ചുകുടിലില് ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് സമാധാനത്തോടെ ദിനരാത്രങ്ങളെ തള്ളി നീക്കിയിടുന്ന ഹബീബിന്റെ ജീവിത ചരിത്രത്തെ പഠിക്കുക. അള്ളാന്റെ റസൂലിനോട് ഇത് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആലയോട് അനുവാദം വാദിച്ച് അള്ളാന്റെ റസൂല് വീട്ടിൽ നിന്ന് തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, യാ റസൂലല്ലാഹ്, ലീ ഇലൈക ഹാജ, ഇപ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട് നബിയേ. ഭർത്താവ് അനുവാദം ചോദിച്ചു പോകുന്ന നേരത്ത്, സന്തോഷത്തോടെ പോകുന്ന നേരത്ത് താൻ ചോദിക്കുന്നത് തരുമെന്നുറപ്പുള്ള ഭാര്യ, ഭർത്താവിന് സന്തോഷമുള്ള നേരത്താണല്ലോ ഭാര്യമാര് പ്രധാനപ്പെട്ട ആവശ്യം ചോദിക്കുക. അല്ലാതെ കലിതുള്ളിയ നേരത്തൊരു ബുദ്ധിമതിയായ പെണ്ണ് ഭർത്താവിനോടൊന്നും ചോദിക്കില്ല. പാതിരാ സമയത്ത് സന്തോഷത്തോടെ പള്ളിയിലോട്ട് പോകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, വലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യമുണ്ട് നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ചുരുക്കി പറയാൻ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. ആയിഷ ചോദിച്ചോളൂ. രണ്ടാമതും പറഞ്ഞു, നബിയേ, വലി ഇലൈക ഹാജ, എനിക്ക് നിങ്ങളോടൊരു വലിയ കാര്യം ആവശ്യപ്പെടാനുണ്ട്. ആയിഷ ചോദിച്ചോളൂ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുസ്മേര വദനനായി മറുപടി പറയുമ്പോ
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. പാതിരാ സമയത്ത് ഭർത്താവ് സന്തോഷത്തോടെ ഇരിക്കുന്ന നേരത്ത് ഒരു 17 വയസ്സുകാരി പെണ്ണ്, ഹബീബായ നബി തങ്ങൾ വഫാത്താകും ആയിഷ ബീവിയുടെ വയസ്സ് 18 വയസ്സാണ്. ഒരു 17 വയസ്സുകാരി പെണ്ണ് തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമേതെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ കൗമാരപ്രായത്തിന്റെ ആട്ടവും പാട്ടവും അഭിലാഷവും വെച്ച് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക. മൂന്നാമതും പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ വലിയിലേക്ക് ഹാജ, എനിക്ക് അങ്ങയോടൊരാവശ്യം പറയാനുണ്ട് നബിയെ. പറയായിഷ എന്ന് പറയുമ്പോ 17ന്റെ പക്വതയും മറക്കുന്ന രീതിയിൽ ആയിഷ റളിയല്ലാഹു തആല ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോട് നിസ്കരിക്കാൻ പോവുകയല്ലേ? ഉദ്ഉല്ലാഹലി ഉദ്ഉല്ലാഹലി ഉദ്ഉല്ലാഹ അൻ യഗ്ഫറലി. ഈ ആയിഷയുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ, ആയിഷയുടെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ? അതുമാത്രം ഈ സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതിയെന്ന് പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മുന ആയിഷ റളിയല്ലാഹു തആല അൻഹാ വേറെ ഒരാഗ്രഹങ്ങളില്ല, വേറെ ഒരു പ്രശ്നങ്ങളില്ല. 17ാമത്തെ വയസ്സിൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ചോത്ത് ആകുലപ്പെടുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്നൊന്ന് ദുആ ചെയ്യുമോ? തിരുദൂതര് അതിനേക്കാൾ വലിയ ഭർത്താവാണത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ, അല്ലാഹുവേ എൻ്റെ ആയിഷയ്ക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷയുടെ പാപങ്ങളും മാപ്പാക്കി കൊടുക്കണേ. ലോകചരിത്രത്തിലെ മനോഹരമായ ജീവിതം കണ്ടുപഠിച്ച, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, കിടന്നുറങ്ങാൻ ഒരു വീടില്ല, പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ കടന്നു പോയിട്ട് ആ കുടുംബം സ്വർഗത്തെ നേടിയ ജീവിത ചരിത്രമാണിത്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ പെൺമക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയിഷ ബീവിക്ക് ചോദിക്കാൻ ധാരാളം ആവശ്യങ്ങളുണ്ട്, പരിമിതികളുണ്ട്, പട്ടിണികളുണ്ട്. പട്ടിണികളും പരിമിതിയും പരിദേവനവും പരിതാപവും പരിധി ലംഘിക്കുമ്പോഴും പാരിലെ സുഖമല്ല, പരലോകമാണ് പരികരണീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചവനോട് പതിതയെപ്പോലെ പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. സമയം ചുരുക്കം കൊണ്ട് തിരുക്കി പറയട്ടെ, ഹബീബായ തിരുദൂതർ അവിടെ നിന്ന് എഴുന്നേച്ചു പോയി. നേരം മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ കയറി ഹബീബായ നബി തങ്ങൾ അവിടുത്തെ തൂക്ക് വിളക്ക് മെല്ലെ ഒന്ന് കത്തിച്ചു വെച്ചു. എന്നിട്ട് വുളു എടുത്തു. വുളു എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ മുഴുവനും പാരായണം ചെയ്തു. എന്നിട്ട് തുമ്മ റക്കഅൻ നബിയു വഇതദലൻ നബിയു തുമ്മ സജദൻ നബിയു തുമ്മ ബക്കൻ നബിയു. റുകൂ ചെയ്തു. ആ റുകൂയിൽ കടന്നു പൊട്ടിക്കരഞ്ഞു. പിന്നീട് വന്നു സുജൂദിൽ പോയി, സുജൂദിൽ കടന്നു കരഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചുട്ടുപഴുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിൽ വെള്ളമൊഴിച്ചാൽ ഏത് ശബ്ദം കേൾക്കുമോ ആ ശബ്ദത്തിലാണ് എൻ്റെ ഭർത്താവെന്ന് സുജൂദിൽ കിടന്ന് കരഞ്ഞത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു വന്നു. ഫാത്തിഹ ഓതിയിട്ട് രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ആല ഇമ്രാൻ പാരായണം ചെയ്തു. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ആല ഇമ്രാൻ. നമ്മുടെ 60 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ നമുക്കങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയാൽ ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു വരുമോ? വരും സഹോദരാ, വരും സഹോദരി, ജീവിതത്തിന്റെ സങ്കടം മാറും. പക്ഷേ ആ നിസ്കാരമാവണം. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അങ്ങനത്തെ നിസ്കാരവും ഖുർആനുമായാൽ ആ നിസ്കാരമാണ് ഇന്ന നാശിഅത്തൽ ലൈലി യശദ്ദു വതുആ
ആ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ നമ്മുടെ ശരീരത്തിന്, ഹൃദയത്തിന് ആത്മബലം കൂടും. എല്ലാ നിരാശകളും പമ്പ കടക്കും. അല്ലാഹുവിലേക്ക് നമ്മൾ അടുത്ത് കഴിയും. 2 റക്അത്ത് കഴിഞ്ഞ് ഹബീബ് സുജൂദിൽ കിടന്ന് കരയുമ്പോ പ്രഭാതം പൊട്ടിവിടരാറായി. മദീനത്തെ പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കൊടുക്കാൻ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല കടന്നു വന്നപ്പോ എങ്ങനെയാണ് ഓതേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? എന്റെ സഹോദര സഹോദരി, ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കും അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. മല്ലദീ യബ്കാക യാ റസൂലല്ലാഹ്, എന്തിനാണ് നബി അങ്ങ് കരയുന്നത്? എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിലാലെ എങ്ങനെയാണ് കരയാതിരിക്കുക? ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എനിക്ക് അവതരിപ്പിച്ചു തന്നു. ആ ആയത്ത് കേട്ടിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവിടെ ആയത്ത് കേട്ടാൽ പിന്നെ ഉറങ്ങാൻ കഴിയരുത്. ആ ആയത്ത് കേട്ടു. സമയം വളരെ കുറവാണ്, 45 മിനിറ്റ് എനിക്കുള്ളത്. ആയത്ത് കേട്ടിട്ട് പിന്നെ ഉറക്കമില്ല. ഈ ഏതാണ് ആയത്തെന്നറിയോ? സൂറത്തുൽ ബഖറയുടെ ആയത്താണത്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആയത്തുകൾ ഓതി കൊടുത്തു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇന്ന ആയത്തിന്റെ അർത്ഥം മാത്രം ഒന്ന് ഞാൻ വെറുതെ ഓടിച്ചു പറയാം. സഹോദര സഹോദരി, ചെറുപ്പക്കാരാ, മനസ്സിലാക്ക്. അല്ലാഹുവിന്റെ ഖുർആനിനെ ഓതേണ്ട രീതിയിൽ നിങ്ങളൊന്നോട്. ഇന്ന് രാവിലെ നമ്മൾ ഫേസ്ബുക്ക് എത്ര കണ്ടു, ഇൻസ്റ്റാഗ്രാം എത്ര കണ്ടു, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നമ്മൾ വായിച്ചു. പക്ഷെ അള്ളാന്റെ കലാമിന്റെ ഒരു വരി ഇന്ന് വായിച്ചവരിവിടെ? അള്ളാഹുവിന്റെ കലാമിന്റെ 2 ആയത്തുകൾ പാരായണം ചെയ്തവരെത്ര പേരുണ്ട്? വാട്സപ്പ് എടുത്തു നോക്കിയാൽ അവസാനം നോക്കിയ ലാസ്റ്റ് സീൻ 5 minutes ago. ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ ലാസ്റ്റ് സീൻ 10 minutes ago. ഇൻസ്റ്റയിൽ നോക്കിയാൽ 5 minutes ago. എല്ലാത്തിലും 10 മിനിറ്റ് മുമ്പ്, 5 മിനിറ്റ് മുമ്പ്. എന്നാൽ ഖുർആൻ എടുത്തു നോക്ക്, ലാസ്റ്റ് റമളാന്, അവസാനത്തെ റമളാനിൽ കണ്ടതാണ് ലാസ്റ്റ് സീൻ. പിന്നീട് നമ്മളത് കണ്ടിട്ടേ ഇല്ല. ഇനി അടുത്ത റമളാനാവണം നമ്മൾ എത്തണമെങ്കിൽ സഹോദര, ഖുർആൻ എടുത്തു നോക്ക്, ലാസ്റ്റ് സീൻ ലാസ്റ്റ് റമളാൻ. റമളാനിൽ മാത്രമല്ല, ഇത് റമളാനിൽ മാത്രം ഓതാനുള്ളതല്ല. ഇത് മരിച്ചവന്റെ തലക്കമ്പാത്ത് മാത്രം ഓതാനുള്ളതല്ല. പിന്നെ ഈ ഖുർആൻ എപ്പോഴോതാനുള്ളതാണ്? ഓതണം സഹോദരാ. പാതിരാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങിയിട്ട് ഈ തെങ്ങിന്റെ പന പോലും മനങ്ങാതിരിക്കുന്ന നേരത്ത് കട്ടിലിൽ കിടക്കുന്ന ഭാര്യ കൂർക്കം വലിച്ചുറങ്ങുമ്പോ ആരും അറിയാതെ എഴുന്നേൽക്കണം. ഒളുവെടുത്തിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ആയത്തോതണം. പെങ്ങളെ, ഭർത്താവ് കട്ടിലിൽ കിടന്നുറങ്ങട്ടെ. പാതിരാ സമയത്ത് ഇന്ന നാശിഅത്തൽ ലൈലി, രാത്രിയിൽ നീ ഒന്ന് ഹൃദയം തുറന്നോതി നോക്ക്. നിന്റെ ഹൃദയത്തിന് കാഠിന്യമുണ്ടായി, എല്ലാ പ്രയാസങ്ങളെയും നീ മറികടക്കും. എല്ലാ സങ്കടങ്ങളും മറന്നുപോകും, എല്ലാ ആവലാദികളും മറന്നുപോകും. ഖുർആന്റെ മാധുര്യത്തിലേക്ക് നീ ലയിച്ചു പോകും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പാതിരാവിന്റെ നിശബ്ദതയിലും മദീനത്തെ പള്ളിയിലിരുന്ന് ഹബീബ് ഓതുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. രാത്രിയിൽ നട്ടപ്പാതിരക്ക്
സെൻട്രൽ മസ്ജിദിൽ വന്നിട്ട് രാത്രിയിൽ ഓതുക. ആകാശ ഭൂമികളുടെ സിട്ടിപ്പിലുണ്ട്. സ്വർഗത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, മഹിഷറയിലല്ല. കേവലം 1000 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതൊന്ന് നാട്ടി നിർത്താൻ സംഘാടകർക്ക് 10 തൂണുകൾ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന 7 ഭൂഖണ്ഡങ്ങളെ, അറ്റ്ലാന്റിക്കിന്, ആർട്ടിക്കിന്, ഇന്ത്യൻ മഹാസമുദ്രത്തെ, അറബിക്കടലിന്, പസഫിക് മഹാസമുദ്രത്തെ, 7 ഭൂഖണ്ഡങ്ങളെ, ഏഷ്യയെ, യൂറോപ്പിനെ, ആഫ്രിക്കൻ വൻകരയെ, ഈ കാണുന്ന സഹാറ മരുഭൂമിയെ, ആമസോൺ കാടുകളെ, ഇന്ത്യ രാജ്യമടക്കമുള്ള എത്രയെത്ര രാജ്യങ്ങളെ, ഇതിനെയെല്ലാം മേലാ പൊരുക്കി വെച്ചിരിക്കുന്ന ഈ കാണുന്ന ജീവജാലകങ്ങൾക്ക് തണലേകുന്ന ആകാശമെന്ന മേൽക്കൂരയില്ലേ, ആ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്നവരാരാ? സഹോദര, ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുന്ന ദൈവങ്ങളാണോ? മനുഷ്യാവതാരങ്ങളാണോ? യുക്തിവാദികളാണോ? ആരാണ് ഈ ആകാശത്തെ താങ്ങി നിർത്തിയത്? മറുപടി പറയാൻ കുശുദ്ധ ഖുർആനെ കഴിയൂ. അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ഈ ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണ്. രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. രാത്രി വരേണ്ട സമയത്ത് പകല് വരില്ല, സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് ചന്ദ്രൻ വരികയില്ല, ചന്ദ്രന്റെ സമയത്ത് സൂര്യൻ വരികയില്ല. ആരാണിതിനെ നിയന്ത്രിക്കുന്നതാരാ? ജോ ചാന്ദ് സൂരജ് ബേപാഗ് താരേ കഹത്തെ ഹെ മുജ്സേ സാരേ സാരേ അൽ ഹുക്മു ലില്ലാഹ് വൽ മുൽക്കു ലില്ലാഹ്. ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ വഴിപ്പെടുന്ന അടിയാളുകളാണ്. ഇങ്ങനെ രാത്രിയിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആകാശ ഭൂമികളുടെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ സമയമില്ലല്ലോ സഹോദരാ. ഇതിന്റെ ഈ സിട്ടിപ്പിന്റെ മഹിമയെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ സമയത്തവൻ പറയും അല്ലാഹുവിനോട്, അല്ലാഹുവേ റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ. അല്ലാഹുവേ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ടത്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പടച്ചവനെ, നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് എന്നെ കാക്കണയല്ല. ഇത്രയും വലിയ ആകാശത്തെ സൃഷ്ടിച്ച നിനക്ക്, ഇത്രയും വലിയ സൂര്യനെ നിയന്ത്രിച്ച നിനക്ക്, ഇത്രയും വലിയ ചന്ദ്രനെ ഉദിപ്പിച്ച നിനക്ക്, ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ സംരക്ഷിച്ച നിനക്ക്, ആകാശ ഭൂമികളെക്കാൾ വലിപ്പമുള്ള ഒരു നരകത്തെ സൃഷ്ടിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല റബ്ബേ. അതുകൊണ്ട് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച നിനക്ക് കത്തിക്കാളുന്ന ഒരു നരകത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് എനിക്കൊന്നുമില്ല റബ്ബേ. അഹമ്മദ് കബീറിന്റെ കയ്യിലൊന്നുമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തില്ല. അതുകൊണ്ട് അല്ലാഹുവേ, പാതിരാ സമയത്ത് നിന്നോട് ഞാൻ പറയുകയാണ്, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നിന്നെ അനുസരിക്കാത്തതിന്റെ പേരിൽ നാളെ നീ എന്നെ നരകത്തിലോട്ട് വലിച്ചെറിയല്ലേ അല്ലാഹ്. ഇതാണ് ഹബീബായ നബി തങ്ങളുടെ ഒരു രാത്രിയെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഖുർആൻ ഓതേണ്ട സമയം നിസ്കാരത്തിന് തൊട്ടു മുമ്പ് മാത്രമല്ല, അതൊക്കെ നമ്മുടെ ഇബാദത്താവട്ടെ. രാത്രിയിൽ ഖുർആൻ ഓതുക, അത് ഹൃദയത്തിന് വലിയ സന്തോഷം നൽകും. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രാത്രിയിൽ ഓതുക. നമ്മൾ നിസ്കാരത്തിന് മുമ്പ് ഓതും, നിസ്കാരത്തിന് ശേഷം ഓതും, ളുഹാ നിസ്കരിച്ചിട്ട് ഓതും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരിക്കലും നിരാശ ഉണ്ടാവില്ല, ഒരിക്കലും മനസ്സിന് വേദന ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയോ ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല, ഒരു സമാധാനം ഇല്ല. ആ സമാധാനം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മുടെ ഈ മനസ്സിന്റെ ഒരു ദൗർബല്യം ഉണ്ടല്ലോ, പെട്ടെന്ന് ചിന്തിക്കുക. എത്ര ആളുകളാണ് ഇബാദത്തുള്ളവര്,
നിസ്കാരമുള്ളവര്, അറിയപ്പെട്ട ആളുകള്. നമ്മൾ തന്നെ ചോദിക്കുന്നു എങ്ങനെ. അടുത്ത സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ട ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. പണമില്ലാത്ത ആളല്ല, കോടീശ്വരനൻ, അധികാരമില്ലാത്ത ആളല്ല. ഇതൊക്കെയുണ്ടെങ്കിലും മനസ്സ് തളർന്നു പോകുന്നു. ഇന്നത്തെ ഈ സനദ് സമ്മേളനത്തിൽ വെച്ച് ഞാൻ പറയാൻ, ഇത് എന്റെ വാക്കല്ല, കബീർ ബാക്കവിയുടെ വാക്കല്ല, വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, അതിൽ പിന്നെ തർക്ക വിതർക്കങ്ങളില്ല, ഖണ്ഡന മണ്ഡനങ്ങളില്ല, അതിൽ പിന്നെ സംശയമില്ല. ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അം വഅഖ്വമു ഖീല. രാത്രിയിൽ എഴുന്നേറ്റ് നിങ്ങൾ നിസ്കരിക്കീൻ, ആ ഭാരമുള്ള ഖുർആനിനെ ഓതീൻ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടായി. ടെൻഷൻ ഇല്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ഓരോരോ ടെൻഷനൻ. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഈ എൻ്റെ ഭർത്താവ് അയാൾ എന്നോട് മനസ്സോർന്ന് സംസാരിക്കൂല. എൻ്റെ ജീവിതത്തിലെ വലിയ ടെൻഷനാണ്, അയാൾക്ക് എന്നെ വേണ്ട, അയാൾക്കെല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് വന്നാൽ വലിയ ബിസിനസ്സുകാരനാണ്. ആ സമയത്ത് അയാൾ രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ പോയിരുന്നിട്ട് അയാളെ എത്ര ശല്യപ്പെടുത്തി, എന്നോട് മനസ്സോർന്ന് സംസാരിക്കില്ല, മൂപ്പിലങ്ങനെ ചിന്തിച്ച് കിടക്കും. എനിക്കാകെ നിരാശയാണ്. എല്ലാം ഉണ്ട്, ആ പെണ്ണിന്റെ ഒരേ ഒരു നിരാശ, ഭർത്താവ് മനസ്സോർന്ന് സംസാരിക്കാത്തൻ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നം. ചിലർക്ക് പണം ഇല്ലാത്തതിന്റെ പ്രശ്നം, ചിലർക്ക് പണം ഉള്ളതിന്റെ പ്രശ്നം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇത്രയൊക്കെ കിട്ടിയിട്ട് അയാൾ സംസാരിച്ചോളൂ. അപ്പൊ അയാൾ എന്നോട് പറയാണ്ട്, പൊന്നുസ്താറെ രാത്രി കിടക്കുമ്പോൾ നാളത്തെ ബിസിനസിന്റെ 1000 പ്രശ്നങ്ങളാണ്. അപ്പൊ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ചിന്തിച്ച് കിടക്കും. അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങളെ നമ്മളായിട്ട് ഉണ്ടാക്കാൻ അങ്ങനെ അവരോട് പറഞ്ഞു, ഉപദേശിച്ചു വിട്ടു. രാത്രിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടക്കുമ്പോൾ രണ്ടുപേരുടെ ഈ ചിന്തകൾ തമ്മിൽ വ്യത്യസ്തമാണ്. പക്ഷെ ഭാര്യയ്ക്ക് അത് ഫീൽ ചെയ്യുന്ന വേറെ രീതിയിലാണ്. കുടുംബജീവിതം വലിയ പ്രശ്നമാണ്, അതൊരു വലിയ അഭ്യാസമാണ്. ഖുർആൻ പറയുന്നതായിട്ട് അങ്ങനെ അന്തം വിട്ടു. ഞാൻ ചില പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഖുർആനിനെ വല്ലാതെ സ്നേഹിക്കുക. ഒരു ഭർത്താവ് കിടക്കുക, ഭാര്യയും കിടക്കാണ് രാത്രിയിൽ. ഭാര്യയുടെ ചിന്ത എന്തായിരിക്കും? രാത്രിയിലെല്ലാം കഴിഞ്ഞ് വന്ന് ഒതുവൊക്കെ എടുത്ത് നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാൻ. ആ സമയത്ത് ഭാര്യയുടെ ചിന്ത എന്താ? സ്ത്രീകളുടെ ചിന്ത എന്താവും? നാളെ രാവിലെ ദോശയുടെ മാവ് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടോ? നന്നായിട്ട് പുളിച്ചാൽ ദോശ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് മുളകിട്ട മീൻകറി വേണോ, അതെല്ലാം മുരിങ്ങക്കായിട്ട് മീൻകറി വേണോ? ഭർത്താവിന് ചപ്പാത്തി വേണോ, ഉരട്ടി വേണോ? അവരുടെ ചിന്ത അവരിൽ കൈകാര്യം ചെയ്യുന്നൊരു ലോകത്തെ ചുറ്റിപ്പറ്റിയാണ്. അപ്പുറത്തിരിക്കുന്ന ഭർത്താവോ, നാളെ ചെക്ക് കൊടുത്തിട്ടുണ്ട്, 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരണം. എങ്ങനെ വരും? മോൻ്റെ ഫീസ് അടയ്ക്കാൻ സമയമായി. കടയ്ക്കാണെങ്കിലോ മുനിസിപ്പാലിറ്റി പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് പൊളിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ജീവിതത്തെ കാർന്നു തിന്നുന്ന ചിന്തകളിൽ ആ മനുഷ്യൻ അസ്വസ്ഥനായിട്ട് കിടക്കാൻ. അപ്പൊ അടുത്തടുത്ത് കിടക്കുമ്പോൾ രണ്ടുപേരുടെ ഈ ചിന്തകൾ തമ്മിൽ വ്യത്യസ്തമാണ്. ആ ചിന്തകളെ പോലും നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ മാറിക്കഴിഞ്ഞു. പണ്ടൊന്നും നമ്മൾ ഇത്രയും ചിന്തിക്കുന്ന ആളുകളല്ല, ആണോ? അതെന്താ തുറച്ചു നോക്കണ്? പണ്ടൊക്കെ നമുക്ക് ഇത്രയേറെ ടെൻഷൻ ഉണ്ടാ, ഇത്രയും ചിന്തയുണ്ടോ? ഒന്നുമില്ല. ഇന്ന് നമുക്ക് ചിന്തകൾ കൂടി, ആകുലതകൾ കൂടി, പ്രശ്നങ്ങൾ കൂടി, പ്രയാസങ്ങൾ കൂടി. പണ്ട് മോൻ കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് നാട്ടിലെ കള്ള് ഷാപ്പിന്റെ മുമ്പിൽ നോക്കിയാൽ മതി. ഇന്ന് മോൻ കള്ളു കുടിക്കുന്നുണ്ടോ എന്ന് എവിടെയൊക്കെ നോക്കണം? അവൻ എവിടെയെങ്കിലും പോകണുണ്ടോ എന്ന് ആ സ്ഥലത്ത് തിരഞ്ഞാൽ മതി. 4 ക്യാമറ കണ്ണുകളുമായിട്ട് നിന്നാലും മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയൊരു ടെൻഷനിലേക്ക് നമ്മൾ മാറി. നമ്മുടെ കുടുംബജീവിതം വല്ലാതെ പ്രയാസങ്ങളിലായി. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തെ നന്നാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തെ നന്നാക്കി തരട്ടെ.